നമസ്കാരം. കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു, സാമ്പത്തിക കുംഭകോണമായിരുന്നു പാതിവില തട്ടിപ്പ്. പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും രാസവളവും ഉൾപ്പെടെയുള്ള പല സാധന സാമഗ്രികളും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടുക്കിയിലെ അനന്തകൃഷ്ണൻ ജനങ്ങളെ, കേരളത്തിൽ ആകമാനമുള്ള ജനങ്ങളെ പറ്റിച്ചത്. ഇതിന് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സായിഗ്രാമിന്റെ ആയുഷ്കാല ചെയർമാനായ ആനന്ദകുമാറിന്റെയും സഹായമുണ്ടായിരുന്നു. ആനന്ദകുമാർ ഈ വിഷയത്തിൽ 2 കോടി രൂപയിലധികമാണ് അനന്തകൃഷ്ണനിൽ നിന്നും പറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ ഉൾപ്പെടെ മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാം അടങ്ങുന്ന ഒരു പറ്റം ആളുകൾ അനന്തകൃഷ്ണന്റെ ഈ പദ്ധതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അതിനെയെല്ലാം കവച്ചു വയ്ക്കുന്ന മറ്റൊരു വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് ഈ പാതിവില തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുണ്ട്. മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഉപഭോക്താക്കളിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാലക്കാട് ചിറ്റൂരിലുള്ള മന്ത്രിയുടെ ഓഫീസിൽ വച്ചാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ പാലക്കാടുള്ള വനിതകൾ ഈ പദ്ധതിയിലേക്ക് പണം കൊടുത്തത്. നിരവധി വനിതകളാണ് ഇതുപോലെ 67,700 രൂപ ഓരോരുത്തരും ഗൂഗിൾ പേ ആയും നേരിട്ടും കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു പാതിവില തട്ടിപ്പിന് ചില നീക്കങ്ങൾ നടന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാലക്കാട് നല്ലേപ്പിള്ളി പഞ്ചായത്തിലെ ജനതാദളിന്റെ പ്രതിനിധിയായ പഞ്ചായത്ത് മെമ്പറായ പ്രീതി രാജനാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്ന് തന്നെയാണ് പണം നഷ്ടമായ സ്ത്രീകൾ പറയുന്നത്. ജനതാദളിന്റെ പഞ്ചായത്ത് മെമ്പറായ പ്രീതി രാജൻ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയും സീഡ് പദ്ധതി സർക്കാരിന്റെ വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണെന്നും ഇതിന് 1,20,000 രൂപ വില വരുന്ന സ്കൂട്ടർ നൽകുന്നതിന് നിങ്ങൾ 60,000 രൂപ, അതായത് പകുതി വില മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് തങ്ങളിൽ നിന്ന് പണം ഈടാക്കിയത്. അവിടെ പ്രീതി രാജനും ഉണ്ടായിരുന്നു. പ്രീതി രാജനാണ് തങ്ങളെ മന്ത്രിയുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ PA അടക്കമുള്ള ആളുകൾ തങ്ങളെ ധരിപ്പിച്ചത് എന്നാണ് പാലക്കാട് പണം കൊടുത്ത സ്ത്രീകൾ ഒരേ സ്വരത്തിൽ അവകാശപ്പെട്ടത്. മാധ്യമങ്ങളോട് അവർ പറഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിനും പാതിവില തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയും എന്തൊക്കെ ദുരൂഹതകളാണ് ഈ വിഷയത്തിൽ പുറത്തു വരാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനം പരസ്പരം ചോദിക്കുന്നത്. ഏതാണ്ട് 1000 കോടി രൂപയാണ് കേരളത്തിൽ നിന്നും അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞയാൾ ഈ വിധത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അനന്തകൃഷ്ണന്റെ ഈ പദ്ധതി ഫലപ്രദമായി വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി കേരളത്തിലെ വലിയ നേതാക്കൾ മുതൽ ചെറിയ നേതാക്കൾ വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. പണം നഷ്ടമായവർ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പാതിവില തട്ടിപ്പിന് ചില കളമൊരുക്കിയിരിക്കുന്നു. മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പലരും പണം കൊടുത്തിട്ടുണ്ട്, അത് നേരിട്ട് കൊടുത്തിരിക്കുന്നു, പലരും ഗൂഗിൾ പേ ചെയ്തിരിക്കുന്നു എന്ന് പണം നഷ്ടമായ സ്ത്രീകൾ പറയുമ്പോൾ സർക്കാരിനും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും, അതായത് ജനങ്ങളെ കബളിപ്പിച്ച് അനന്തകൃഷ്ണൻ 1000 കോടി രൂപയിലധികം തട്ടിയെടുത്ത കേസിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിണറായി വിജയൻ സർക്കാരിനും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിണറായി വിജയൻ മന്ത്രിസഭയിലെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായ കൃഷ്ണൻകുട്ടി തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ ദുരൂഹതകൾ ഈ വിഷയത്തിൽ പുറത്തു വരും എന്ന് തന്നെയാണ് വിവരം. പാതിവില തട്ടിപ്പിൽ വീണുപോയവരെല്ലാവരും പറയുന്നത് തങ്ങൾ താലിമാല വിറ്റിട്ടോ അഥവാ തങ്ങൾ 100 രൂപയ്ക്ക് 10 രൂപ പലിശ കൊടുത്തുകൊണ്ട്, അതായത് 100ക്ക് 10 രൂപ പലിശ നിരക്കിലാണ് പണം കണ്ടെത്തി ഈ പണം കൊണ്ടുപോയി അടച്ചത്. ഇത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കാരണവശാലും സർക്കാരിന് സംശയിച്ചിരുന്നില്ല, ഈ പദ്ധതിയെ സംശയിച്ചിരുന്നില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കുന്ന പദ്ധതി തന്നെയാണ് എന്നാണ് തങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ പറയുന്നത്. പിന്നീട് ഈ വിഷയത്തിൽ ചില പത്രവാർത്തകൾ കണ്ടപ്പോൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ മന്ത്രിയുടെ PA അടക്കം പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഒരു കാരണവശാലും നിങ്ങൾ സംശയിക്കേണ്ട, ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും, സർക്കാർ ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഇക്കാര്യത്തിൽ മറ്റൊരു സംശയം തോന്നിയില്ല എന്ന് പണം കൊടുത്ത വീട്ടമ്മമാർ പറയുമ്പോൾ പാതിവില തട്ടിപ്പിന് മന്ത്രിയുടെ ഓഫീസും ഇടനില നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെയാണ്, മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇനിയും ഏറെ ദുരൂഹതകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.